ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും മിസ്സാവാതെ കാണാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു സ്ലീവ് ഡിസൈൻ ചെയ്തെടുക്കാം. ഒരു പെറ്റൽ സ്ലീവിലാണ് നമ്മളിപ്പോൾ ഈ ഡിസൈൻ കൊടുക്കാൻ പോകുന്നത്. പെറ്റൽ സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലൈനിങ് ഉള്ള സ്ലീവാണ്, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള ആ ഒരു പൈപ്പിംഗ് ചെയ്തെടുക്കാം. കോഡ് പൈപ്പിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതൊരു വളഞ്ഞ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ കോഡ് പൈപ്പിംഗ് ചെയ്യാനായിട്ട് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. കോഡ് പൈപ്പിംഗ് ഫൂട്ടർ അഥവാ സിപ്പർ ഫൂട്ടർ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നോർമൽ മെഷീനിലും ഉപയോഗിക്കാവുന്ന ഈ കോഡ് പൈപ്പിംഗ് ഫൂട്ടർ ഇന്ന് അവൈലബിൾ ആണ്. സ്റ്റിച്ചിങ് മെഷീൻസ് വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫൂട്ടർ വാങ്ങിക്കാൻ കിട്ടും. തുണിയിലോട്ട് കോഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്ച്ചു കൊടുക്കാം. സ്റ്റിച്ചിങ് ഈ കോഡിനോട് ചേർന്ന് വീഴാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ മെഷീനിൽ സ്റ്റിച്ച് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ ഈ നീഡിൽ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോഡിനോട് ചേർത്ത് തയ്ക്കാനായിട്ട് ഇപ്പോൾ ഞാൻ നമ്പർ 2 വെച്ച് കൊടുക്കുന്നത്. അതായത് നീഡിൽ ലെഫ്റ്റിലോട്ട് നീങ്ങിയിട്ടുണ്ട്. ഈ സ്ലീവിൻ്റെ ഒരു പോർഷൻ എടുക്കുക, ലൈനിങ് മാറ്റി വയ്ക്കുക. മെയിൻ ക്ലോത്തിലാണ് നമ്മളിപ്പോൾ ഇത് തയ്ച്ചു കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ 4 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരുന്നത്. ആ 4 ഇഞ്ചിൽ ഈ ഒരു പൈപ്പിങ്ങിന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. പൈപ്പിംഗ് നമ്മളിതാ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ പോട്ട്ലി ബട്ടൺസ് ആണ്. തെർമോകോൾ ബോൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പോട്ട്ലി ബട്ടൺസ് ഉണ്ടാക്കുന്നത്. ബോളിനെ നമ്മളിതാ ഒരു തുണിയിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനിങ്ങനെ ചേർത്ത് പിടിക്കുക. നൂല് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഈ 3 വിരലിങ്ങനെ പിടിച്ചിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ 2-3 പ്രാവശ്യം ചുറ്റിയെടുക്കുക. അപ്പോൾ താഴെയുള്ള തുണിയൊക്കെ നന്നായിട്ടൊന്ന് ഒതുങ്ങിയിരിക്കും. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു നോട്ട് കൂടി കൊടുക്കുക. എക്സ്ട്രാ നിൽക്കുന്ന തുണിയെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിന് ചുറ്റുമുള്ള ആ റൗണ്ട് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് ആയിട്ടുള്ള തുണി എടുക്കുക. ഇതിനെ നടു മടക്കി കൊടുക്കുക. ഇതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ പോവാണ്. നമ്മളിത് തയ്ച്ചെടുത്തിട്ടുണ്ട്. 4 ഇഞ്ചിലും കുറഞ്ഞ ഒരളവിൽ മാത്രമാണ് നമ്മളിത് തയ്ച്ചെടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ മാത്രം കുറച്ച് കൂട്ടിയെടുക്കുക. അപ്പോഴാണ് നമുക്കിത് മറച്ചെടുക്കുമ്പോൾ എളുപ്പമായിരിക്കുന്നത്. ഇനി വളരെ കുറച്ച് മാത്രം തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ഈ എക്സ്ട്രാ ഉള്ള തുണി കട്ട് ചെയ്ത് കളയാം. തുന്നുന്ന സൂചിയിൽ 4 ഇഴ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നീളമുള്ള സൂചിയാണെങ്കിൽ എളുപ്പമായിരിക്കും ഇത് ചെയ്യാനായിട്ട്. നമ്മൾ ഗ്യാപ്പ് കൂടുതൽ കൊടുത്തിരിക്കുന്ന ആ ഭാഗത്ത് ഒന്നിങ്ങനെ തുന്നിയെടുക്കുക. ഒരു പ്രാവശ്യം കൂടി തുന്നി ഒരു നോട്ട് ഇട്ട് കൊടുക്കുകയോ മറ്റോ ചെയ്താൽ അതവിടെ സേഫായിട്ടിരിക്കും. എന്നിട്ട് ഈ സൂചിയുടെ ബാക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സൂചിയെ ഇപ്പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ പതുക്കെ വലിച്ചു കൊടുക്കുക. ഇതായിരുന്നു നമ്മൾ ആ നോട്ടിട്ട ഭാഗം. അപ്പോൾ ഇതിങ്ങനെ വലിക്കും തോറും ഇത് ഉള്ളിലേക്ക് പോയിട്ട് നല്ല വശം പുറത്തേക്ക് വരും. നല്ല വശം നമ്മളിതാ പുറത്തേക്ക് എടുത്തു. ആ തയ്യൽ തുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി. നല്ല കനം കുറഞ്ഞിട്ടുള്ള ഒരു ഡോരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എത്രയും കനം കുറയുന്നോ അത്രയും ഭംഗി കൂടും. എന്നിട്ട് ഈ ഒരു പോട്ട്ലി ബട്ടൻ്റെ മേലക്കോട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ലൂപ്പ് ഈ പോട്ട്ലി ബട്ടനോട് ചേർന്നിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവിടെ ഒരു നോട്ട് കൊടുക്കുക.
പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കേണ്ടത് എവിടെയാണെങ്കിൽ അവിടെ നമുക്ക് ഈവൺ ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 3/4 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ലൈനിങ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണിത്. ഇത് ലൈനിങ്ങിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. ഇതിലൂടെ ഓരോ സ്റ്റിച്ച് കൊടുക്കുക. നമ്മളിതാ തയ്ച്ചെടുത്തു. എന്നിട്ട് ഇതിനിങ്ങനെ മറച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അങ്ങനെതാ നമ്മൾ 2 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. പെറ്റൽ സ്ലീവ് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുക. ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്ലൗസിനും ചുരിദാറിനും എല്ലാം ചേരുന്ന ഒരു സ്ലീവാണ്. ഈ ഒരു ഡിസൈൻ നമുക്ക് നെക്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.